കർത്താവിൽ ബഹുമാന്യരെ, യാക്കോബിന്റെ ലേഖന പഠനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ പഠനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. 4-ാം അധ്യായത്തിൽ അതിപ്രധാനമായി യാക്കോബ് പഠിപ്പിക്കുന്ന ചില ഗുണപാഠങ്ങൾ ഈ പാഠ്യപദ്ധതിയിൽ ഇവിടെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ യാക്കോബ് ആർക്ക് എഴുതുന്നു ആ ചിതറിപ്പാർക്കുന്ന പരദേശികളായ വിശ്വാസികളുടെയിൽ ഭിന്നത രൂക്ഷമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പല ആളുകളും ഉപദേശിപ്പാൻ സ്വമേധയാ അധികമായി മുമ്പോട്ട് വന്നു. 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ ഓർപ്പിച്ചു, നിങ്ങൾക്ക് അധികം ശിക്ഷാവിധി ഉണ്ടാകാതിരിക്കേണ്ടതിന് ഉപദേശകന്മാരെ പെരുക്കരുത് എന്ന്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള മത്സരം അവരുടെ ഇടയിലുണ്ടായത് അവരുടെ അമിതമായിരിക്കുന്ന സ്വാർത്ഥത താല്പര്യങ്ങൾ നിമിത്തമായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ അനുസരണമില്ലാത്ത ജീവിതമാണ്. യഥാർത്ഥ വേർപാടിന്റെ അനുഭവം ഈ വിശ്വാസികളുടെ ജീവിതത്തിൽ അന്ന് തന്നെ ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്രിസ്തീയ ഐക്യതയിൽ തികഞ്ഞവരായി ജീവിക്കേണ്ട വിശ്വാസികളുടെ ഐക്യതയില്ലാത്ത അന്തരീക്ഷം സംജാതമായാൽ അത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ എങ്ങനെ ഒന്നിച്ച് നടക്കുവാൻ കഴിയും എന്ന് ആമോസ് 3:3 ചോദിക്കുന്ന പോലെ ക്രിസ്തീയ വിശ്വാസികൾ ഏത് കാലത്തും പ്രായോഗിക തലത്തിൽ അവർ ഉപദേശിക്കുന്ന വിഷയത്തിന്റെ ഐക്യത പുലർത്താൻ അവർ കഴിയുന്നില്ല എങ്കിൽ ആ കൂടിവരവുകൾ ഒരു അനുഗ്രഹം ആയിരിക്കുകയില്ല. ഇവിടെ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ശത്രുക്കളെ സംബന്ധിച്ച് അപ്പോസ്തലൻ വിശകലനം ചെയ്യുകയാണ്. താൻ ചോദിക്കുന്നു, സഹോദരന്മാരെ, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛയിൽ നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭോഗങ്ങളിൽ വല്ലാതെ ചെലവിടേണ്ടതിന് യാചിക്കാൻ ഒന്നും ലഭിക്കുന്നില്ല. 4-ാം വാക്യം, വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ഈ വാക്യാംശം നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ പോരാട്ടത്തിൽ നാം എതിർപ്പെടേണ്ട അതിപ്രധാനപ്പെട്ട 3 ശത്രുക്കളെ സംബന്ധിച്ച് വേദപുസ്തകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുന്ന പോലെ ഇവിടെ യാക്കോബിലൂടെയും ദൈവാത്മാവ് ബോധ്യപ്പെടുത്തുകയാണ്. ഒരു ക്രിസ്തീയ വിശ്വാസി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ നിയമങ്ങൾക്ക് അനുസരണമായിട്ടല്ല അവൻ ജീവിക്കേണ്ടത്. എന്നാൽ ലൗകിക മനുഷ്യൻ അവൻ അവിശ്വാസിയാകിയാൽ ലോകത്തിന്റെ താല്പര്യങ്ങൾക്കും ആ ആശകൾക്കുള്ള നിവർത്തിക്കനുസൃതമായും തന്റെ ജീവിതം അവൻ ജീവിക്കാൻ നിർബന്ധനായിത്തീരുന്നു. ഇവിടെ 3 പ്രതിയോഗികളെ അല്ലെങ്കിൽ ശത്രുക്കളെയാണ് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് അവന്റെ ക്രിസ്തീയ പോർക്കളത്തിൽ നിരന്തരമായി ഏർപ്പെടുവാനുള്ളത് എന്ന് യാക്കോബ് പറയുകയാണ്. ആദ്യത്തെ 3 വാക്കിൽ പറയുന്നു ജഡം. ഇവിടെ യാക്കോബ് പറയുമ്പോൾ നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടുന്ന്? നിങ്ങളുടെ അവയവങ്ങൾ പോരാടുന്ന ഭോഗേച്ഛകൾ നല്ലയോ? അവിടെ ഭോഗേച്ഛ എന്നുപയോഗിക്കുന്ന പദത്തിന് വാസ്തവത്തിൽ ഈ ഇന്ദ്രിയപരമായി നമുക്കുണ്ടായിരിക്കുന്ന താല്പര്യങ്ങൾ എന്നുള്ള അർത്ഥം എന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിന്റെ ജഡീക ആഗ്രഹങ്ങൾ എന്ന് തർജ്ജമ ചെയ്യുന്നതാണ് കുറെ കൂടി ശരി. പലപ്പോഴും ഈ ആഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ കൂടി അത് പുറത്തു ചാടാനായിട്ട് ശ്രമിക്കുന്നു. അത് പലപ്പോഴും പാപകരമാണ്. അതായത് ശരീരം അതിൽ തന്നെ പാപമയം അല്ല എങ്കിലും ഈ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അതിയായ മോഹങ്ങൾ നമ്മെ പാപത്തിലേക്ക് വഴിതെളിക്കുന്നു. അവയെല്ലാം അതിന്റെ നൈസർഗികമായ സ്വഭാവ ശക്തിയോടുകൂടി തന്നെ നമ്മുടെ ശരീര അവയവങ്ങൾ കൂടി പ്രത്യക്ഷമാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ അനീതിയുടെ ആയുധമാക്കാതെ
ദൈവത്തിന് സമർപ്പിപ്പീൻ എന്ന് പ്രത്യേകം എടുത്ത് പ്രസ്താവിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വാക്യത്തിൽ വിശ്വാസികളുടെ പാപകരമായ പ്രവൃത്തികളെ സംബന്ധിച്ച് യാക്കോബ് പറയുകയാണ്. അവർ പറയുന്നത് അവരെന്ത് ചെയ്യുന്നു? ഈ പാപകരമായ സ്വഭാവങ്ങൾ കൊണ്ട്, ആ പാപ സ്വഭാവം കൊണ്ട് കൊല്ലുകയും അസൂയപ്പെടുകയും കലഹിക്കുകയും ശണ്ടയിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രകൃതിയിലേക്ക് അവർ വളർന്നു വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ ജഡം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ നാശോന്മുഖമായിരിക്കുന്ന ദോഷം വിതയ്ക്കുന്ന പ്രകൃതമാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ജഡത്തിന്റെ സ്വാധീനതയും ജഡത്തിൻ്റെതായ പ്രകടന പത്രികയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് ലോകം എന്നുള്ള വാക്കാണ്. ലോകം, ജഡം, പിശാച്, ഇത് മൂന്നുമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ. അതിൽ 4-5 വാക്യങ്ങളിൽ ലോകത്തെക്കുറിച്ച് പറയുന്നു. ഇവിടെ അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വത്തിലാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? റോമാലേഖന 7-ാം അധ്യായത്തിലെ 4-ാം വാക്യം ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ 2 കൊരിന്ത്യർ 11-2-3 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. പഴയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലെ കടന്നുകൂടിയ വിഗ്രഹാരാധനയെ അഡൽട്ടറി, അതായത് വ്യഭിചാര കർമ്മത്തോട് താതാത്മ്യപ്പെടുത്തിയാണ് പ്രവാചകന്മാർ ശാസനാരൂപമായി പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവശക്തനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വിഗ്രഹങ്ങൾക്ക് അവർ കൊടുത്തപ്പോൾ വാസ്തവത്തില് വിഗ്രഹങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ കവർ ചെയ്യുന്നു. അത് ദൈവസേനയിൽ ഒരു വ്യഭിചാര കർമ്മമായിട്ടാണ് ദൈവം കണക്കാക്കിയത്. ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് അവൻ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകത്തോട് ഇഴുകിച്ചേരുവാനായിട്ട്, ലോകത്തിന്റെ വ്യവസ്ഥാപിതമായ താല്പര്യങ്ങൾ തന്റെ താല്പര്യങ്ങളായി മാറ്റുവാനായി ഒരിക്കലും ദൈവത്തിന്റെ വചനം അവനെ അനുവദിക്കുന്നില്ല. നമ്മൾ വാസ്തവത്തില് ലോകത്തിൽ ക്രൂശിക്കപ്പെട്ടവരായി ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ക്രൂശിക്കപ്പെടേണ്ടത് നമ്മളുടെ ഈ മെമ്പേഴ്സ് ഓഫ് ദ ബോഡി, അതായത് ശരീരത്തിന്റെ അവയവങ്ങളെയാണ്. ഇവിടെ 4 അതിപ്രധാനമായിരുന്ന തെറ്റായ ബന്ധങ്ങൾ, ലോകത്തുള്ള വിശ്വാസിയുടെ തെറ്റായ ബന്ധങ്ങളെക്കുറിച്ച് യാക്കോബ് പ്രതിപാദിക്കുകയാണ്. ഒന്നാമതായി പറയുന്നത് ലോകത്തുള്ള സൗഹൃദം. യാക്കോബ് 4:4 വ്യഭിചാരികളായുള്ള ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വത്തിലാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ലോകത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തോട് ഇഴുകിച്ചേരുക എന്നാണ് എന്റെ അർത്ഥം. രണ്ടാമത്തെ വിഷയം ലോകത്തിന്റെ മാലിന്യങ്ങളാൽ മലീമസപ്പെടുക എന്നുള്ളത്. അതൊരു വിശ്വാസിയെ സംബന്ധിച്ച് തെറ്റായ ഒരു രീതിയാണ്. മൂന്നാമത് പറയുന്നത് ലോകത്തെ സ്നേഹിക്കുക. നാലാമത് പറയുന്നത് ലോകത്തോട് അനുരൂപം ആയിത്തീരുക. അതുകൊണ്ടല്ലേ അപ്പോസ്തലൻ റോമർ 12 ആദ്യത്തെ 2 വാക്യങ്ങളിൽ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും ദൈവപ്രസാദമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പ്രബോധിപ്പിച്ചിട്ടുള്ളത്. വാസ്തവത്തില് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ലോകത്തോടും ലോകത്തിന്റെ വ്യവസ്ഥകളോടും അനുരഞ്ജനപ്പെട്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തികഞ്ഞ ആത്മീകൻ അല്ലാതിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. വലഞ്ഞുപോയ നീതിമാനായ ലോത്തിന് സംഭവിച്ചത് അത് തന്നെയാണ്. ലവ് ഫോർ ദ വേൾഡ് ആൻഡ് ലവ് ഓഫ് ദ വേൾഡ്. ഇത് വളരെ വ്യക്തമായി നമുക്ക് ഉൽപ്പത്തി 13:10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുവാൻ സാധിക്കും. ഒടുവിലായി ലോത്തിനും അവന്റെ കുടുംബത്തിനും വന്ന് സംഭവിച്ചതും എന്താണെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വിഷയം ജഡം, 2 ലോകം, 3 അതിന്റെ 6-7 വാക്യങ്ങൾ പിശാച്. ഈ ലോകത്തിൽ വിശ്വാസി ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഏറ്റവും അതിശക്തമായ നിലയിൽ അവന് ദോഷം ചെയ്യുന്ന ഒന്നാണ് പിശാച്. എങ്ങനെയാണ് ഈ പിശാച് വിശ്വാസിക്ക് ദോഷം ചെയ്യുന്നത്? വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന അഹന്ത അല്ലെങ്കിൽ അഹങ്കാരം, ആ വളരെ പ്രൈഡ്, അഹന്ത ചിന്ത, പിശാച് ഉണ്ടായതും അത് ലൂസിഫർ ഉണ്ടായതും അത് തന്നെയാണ്. അത് ദൈവത്തിന് ഇഷ്ടം, നിഗളം ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്.
ദൈവത്തിന് തീരെ ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവ പ്രകൃതിയാണ് നിഗളഭാവം എന്ന് പറയും. ഇത് സർവ്വസാധാരണയായി മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒന്നാണ്. സഭയുടെ ശുശ്രൂഷകന്മാരായി ഉയർത്തപ്പെടേണ്ട ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഹി ഷുഡ് നോട്ട് ബി എ നൊവൈസ്, അതായത് പുതുശിഷ്യൻ അരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതുശിഷ്യനും അരുത്. വളരെ സമീപകാലത്ത് രക്ഷിക്കപ്പെട്ട ഒരു സഹോദരനെ ഒരു സഭയുടെ ശുശ്രൂഷ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടാൽ അവനിൽ തന്നെ എന്തൊക്കെയോ ആണെന്നുള്ള ഭാവം ഉണ്ടാവുകയും അവൻ തന്നിൽ തന്നെ അഹങ്കരിക്കുകയും നിഗളിക്കുകയും ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ദൈവസന്നിധിയിൽ അവൻ പാപം ചെയ്തു പോകാൻ സാധ്യതയുണ്ട് എന്ന് അപ്പോസ്തലൻ തന്നെ പറയുന്നു. അതുകൊണ്ട് അവനെ വളരെ സൂക്ഷിക്കണം, പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ആദ്യത്തെ 7 വാക്യങ്ങൾ, 4-ാം അധ്യായത്തിന്റെ 7 വാക്യങ്ങൾ ലോകം, ജഡം, പിശാച് എന്നിങ്ങനെ വിശ്വാസി നിരന്തരമായി യുദ്ധം ചെയ്യേണ്ട, പോരാടേണ്ട 3 ശത്രുക്കളോടുള്ള ബന്ധത്തിലാണ് ഇവിടെ യാക്കോബ് പ്രതിപാദിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കെന്ത് ചെയ്യാം? ഈ പറയപ്പെട്ട ശത്രുക്കളോട് യഥാർത്ഥമായി പോരാടി നാം അവരെ പരാജയപ്പെടുന്നവരാണോ അതോ അത് നമ്മെ തോൽപ്പിക്കുന്നവരാണോ എന്ന് സ്വയം ശോധന ചെയ്യുവാൻ ഈ ചിന്തകൾ മുഖാന്തരമായി ദൈവം നമ്മെ അവരെയും സഹായിക്കട്ടെ.